എൻ്റെ പൊന്നെ, ഞാനിവിടെ അഴക്കയിൽ ഇട്ടിരിക്കുക കേട്ടോ സാധനങ്ങളൊക്കെ. സാധനം ഗ്യാസും പോയി, മനുഷ്യൻ്റെ ഡേറ്റ് കഴിഞ്ഞ സാധനേ. ഏറ്റവും നല്ലത് അതാ, ബ്രെഡ് വാങ്ങി, പഴം വാങ്ങി, ബിസ്ക്കറ്റ് വാങ്ങി, വിശന്ന് കഴിഞ്ഞാൽ രാത്രി കഴിക്കാൻ ഒരു ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ പുതിയതില്ല, പഴയത് വേണമെങ്കിൽ 2 എണ്ണം തരാമെന്ന്. മാനുഫാക്ചറിങ് ഡേറ്റ് കഴിഞ്ഞതേ. എൻ്റെ പൊല്ലേ. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ താമസിച്ച ഹോട്ടലിൽ നിന്ന് 30 കിലോമീറ്റർ നീങ്ങി നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ഷിമോഗ എന്ന് പറഞ്ഞുള്ളൊരു സിറ്റിയിലേക്കാണ്. സൈക്കിൾ വർക്ക്ഷോപ്പുകളുണ്ട്, എയർപോർട്ട് ഉണ്ട് എന്നാണ് അറിഞ്ഞത്. 100 കിലോമീറ്ററാണ് ഇന്നലെ പ്രശ്നങ്ങളുണ്ടായ ഹോട്ടലിൽ നിന്നും അവിടേക്കുള്ളത്. ഇപ്പോൾ ഏകദേശം 30 കിലോമീറ്റർ ഞാൻ റൈഡ് ചെയ്തു. നല്ല വലിയ 2 ഇറക്കങ്ങൾ കിട്ടി, അതുകൊണ്ടാണ് ഇത്ര കവർ ചെയ്ത് കേട്ടോ, അല്ലെങ്കിൽ ഇത്ര കവറാവില്ല. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഏതൊരു ഘാട്ട് റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭാഗ്യം ഞാൻ ഈ ഘാട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ഫുഡ് കഴിച്ചു കേട്ടോ. ഇന്നലത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടു ഓറഞ്ച് വാങ്ങണത്. ആ ഓറഞ്ച് 4 എണ്ണം വാങ്ങിയേ, 2 എണ്ണം കൂടിയും ബാലൻസ് ഉണ്ട്. അപ്പോൾ അതും കൊണ്ട് അടുത്ത വലിയൊരു ഇറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 കിലോമീറ്റർ ആയാലും കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഘാട്ട് റോട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചുറ്റും കാട് പോലെയാണ് കേട്ടോ. ചില സമയത്തൊക്കെ ഇങ്ങനെ കവുങ്ങിൻ്റെ കൃഷികളും ഫാമും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ സേഫായിട്ട് പോയോണ്ടിരിക്കുന്നു. വലിയൊരു ഇറക്കം വരുന്നുണ്ട്. ഈ നമ്മുടെ മെയിൻ സ്ഥലം വരുന്നത് പോണത് ഹംപിയിലേക്കാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ശരിക്കും പോണത് ഡയറക്റ്റ് നെക്സ്റ്റ് എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള സ്ഥലം കാണണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം ഹംപിയാണ്. ഇവിടെ നിന്നൊരു 200 കിലോമീറ്ററുകളുണ്ട്, അങ്ങോട്ടേക്കാണ് ലക്ഷ്യം. പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് നടക്കില്ല. ഇപ്പോൾ ഷിമോഗ ആ സ്ഥലത്തേക്കാണ് പോണത്. കേരള ടു കാശ്മീർ സോളോ വിൻ്റർ എക്സ്പീഡിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റേ ഈച്ച സിനിമയിലത്തെ നടൻ്റെ പേര് എന്നിട്ട് വില്ലൻ്റെ പേര് നടൻ നാനി, വില്ലൻ്റെ പേരില്ല. വില്ലൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ, മാക്സ് എന്ന് പറഞ്ഞിട്ട്, 2 ആഴ്ചയായിട്ടാ. നോക്കിയേ ആ സിനിമ തിയേറ്ററിലൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ. നമ്മുടെ നാട്ടിലൊന്നും അതങ്ങനെ എനിക്കറിയില്ല, 2 ആഴ്ച അത് ഓടിയിട്ടുണ്ടോന്ന്. ഇവിടെ ഇപ്പോൾ 2ാമത്തെ ആഴ്ചയാന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സൊക്കെ കേട്ടോ. ഇവിടെ ആ പടങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആവില്ല. എനിക്കതൊരു കൗതുകം തോന്നി. ഇന്ന് രാത്രി മിക്കതും പെട്രോൾ പമ്പിൽ, മിക്കതല്ല ഉറപ്പായിട്ടും പെട്രോൾ പമ്പിലായിരിക്കും കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം കോണ്ടാക്ട്സ് എല്ലാം കഴിഞ്ഞു. നമ്മൾ കർണാടകയും വിടുകയാണ്. ശരിക്കും മാംഗ്ലൂരില്ലേ, മംഗലാപുരത്തിന് പാരലായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ആ റൂട്ട് ചൂസ് ചെയ്യാത്ത കാരണം, മംഗലാപുരം ഗോവ ആ സൈഡ് പോകാത്ത കാരണം ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. എനിക്ക് കാണാത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ ആ റൂട്ട് ഞാൻ ഓൾറെഡി പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു റിപ്പീറ്റഡ് കണ്ടൻ്റ് ആവും, പിന്നെ എനിക്കും റിപ്പീറ്റഡ് ആവും. അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ പോണു, ഇതിൻ്റെ അപ്പുറത്താണ് മംഗലാപുരം വരുന്നത് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മംഗലാപുരം, പാരലായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഇന്ന് രാത്രി മിക്കതല്ല എന്തായാലും ടെൻറ്റാണ്, ക്യാമ്പിങ് ആയിരിക്കും കേട്ടോ രാത്രി. ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, ഡിപ്പെൻസ്, മൂഡനുസരിച്ചിട്ടിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ടൗണിലെത്തി, നല്ല വലിയ ഇറക്കം കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഏകദേശം 40 കിലോമീറ്റർ പോയിട്ടാണ്. ഇനി 65 കിലോമീറ്റർ ഉള്ളൂ. പെട്ടെന്ന് പോയി, ഭയങ്കര സ്പീഡിൽ പോയി. ഞാൻ സ്പീഡിൽ പോയെന്നല്ല, ആ ടെറൈൻ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഇനി 65 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ടൗണിലെത്തി, ഏതൊരു ടൗണിലെത്തി. അങ്ങനെ ഓരോരോ ടൗണിൽ കണ്ട് നമ്മളിപ്പോൾ പോകുന്ന കേസ്. തണ്ണിമത്തൻ്റെ സീസൺ കഴിഞ്ഞില്ലേ? തണ്ണിമത്തൻ്റെ സീസൺ നമ്മുടെ അവിടെയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മുടെ അവിടെ തണ്ണിമത്തൻ കിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പോഴും കുറേ തണ്ണിമത്തൻ, ബത്തയ്ക്ക, വാട്ടർമെലൺ വിൽക്കുന്നുണ്ട് കേട്ടോ കുറേ സ്ഥലങ്ങളിൽ. അത് ചിലപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സീസൺ ആവുന്നുണ്ട് ഫ്രൂട്ട്സിൻ്റെ. പക്ഷേ ഫ്രൂട്ട്സിൻ്റെ എല്ലായിടത്തും ഒരേ സീസണാണ്, അറിയില്ല. ഇവിടെ കുറേ കണ്ടു തണ്ണിമത്തൻ. നോക്കിയേ, അത് ചാടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ബാലൻസും പോകുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഒരു 10-25 കിലോ ഉണ്ടാവില്ലേ അത് ആട്.
ഇത് ബാംഗ്ലൂർ ഷിമോഗ ഹൈവേ ആണെന്നാണ് പറയണത് കേട്ടോ. ബാംഗ്ലൂർ ഷിമോഗ ഹൈവേ എന്നാണ് ഗൂഗിളിൽ കാട്ടണത്. ട്രെയിൻ പോയി തുറക്കണില്ലല്ലോ. ഹൈവേയിൽ ഫുള്ള് വൈക്കോൽത്തൂരാണ് കേട്ടോ. വൈക്കോലിട്ടിട്ട് അതിൻ്റെ മേലക്കൂടെ അവർ ട്രാക്ടർ ഓടിച്ച് കളിക്കും. വൈക്കോല് ഇതാവാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് കാണുന്നത് നെല്ലും കതിരും വേർതിരിക്കാനാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. കാരണം ഞാൻ 1-2 സ്ഥലത്തൊക്കെ നെല്ല് കണ്ടു കേട്ടോ. അപ്പോൾ ഹൈവേ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെയിൽ കയറി വരണ്ടേ, ഡീഹൈഡ്രേഷൻ സംഭവിക്കണ്ട. അവിടെ ഒരു കരിക്കുണ്ട് കേട്ടോ, കരിക്ക് കുടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടു കേട്ടോ. വണ്ടിയില്ലല്ലോ, ഒരു കരിക്ക് കുടിച്ചിട്ട് പോകാം ഗൈസ്. ഹൈവേ വിജനമായി കിടക്കുകയാണ്. ഇത്രയും നേരം ഭയങ്കര ഗ്രാമവും ഇതുകളൊക്കെ ആയിരുന്നു. അണ്ണാ അക്ക ഒരു കരിക്ക് കുടിച്ചിട്ട് പയ്യ നീങ്ങ അവിടെ നിന്ന്. എടുക്കാം കുടിക്കണം. ആ നല്ല തണവുണ്ട് കേട്ടോ എൻ്റെ മോനെ. തണുപ്പിച്ചതാണത്. നല്ല കോൾഡാറ് നല്ലത്. എന്താണ് ഭയങ്കര തണവ് ഇതിന്. മധുരമില്ല കേട്ടോ, പക്ഷെ തണവുണ്ട് നല്ലോണം. തണുത്തൊരു സാധനം. എവ്വളോ 40 രൂപയുള്ളൂ. കുടിക്കട്ടെ കേട്ടോ ഗൈസ്. കരിക്ക് കുടിച്ചതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹോട്ടലുണ്ട് കേട്ടോ, ഫാമിലി റെസ്റ്റോറൻറ്റ്, രംഗസ്വാമി ഗാർഡൻ. ഇവിടെ ഇരിക്കുക കേട്ടോ. തൊട്ടപ്പുറത്തൊരു പെട്രോൾ പമ്പും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഇവിടെ ഇരിക്കാന്ന് കേട്ടോ. എൻ്റെ പൊന്നെ നോക്കിയേ, ഫുള്ള് വിജനാണ് കേട്ടോ. വിജനമായൊരു സ്ഥലം. ഹൈവേ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫുള്ള് വിജനം, ഒരു മനുഷ്യ കുഞ്ഞില്ല. അങ്ങനെ ഒരു അഭിഷേക്തി പറഞ്ഞതാണ്. അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടികൾ പോകുന്നുണ്ട്. ഒരു ഹൈവേ ആണ്, പകുതി ഹൈവേ പണി നടക്കുന്നുള്ളൂ. ബാംഗ്ലൂർക്കും ഷിമോഗ ബാംഗ്ലൂർ ഹൈവേ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ലൊക്കേഷൻ കാണുന്നത് കേട്ടോ. ഇവിടെ ഇരിക്കാൻ കഴിയുന്നു. ഇന്നല്ല, ഉച്ചയ്ക്ക്. ഇനി 2 മണി ആയിട്ടോ. ഭയങ്കര വെയിൽ. ആ ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ വന്നിരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കുളിർമ തോന്നും കേട്ടോ. അവിടെ 1 മണി കഴിയുമെന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ 7 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഫുഡുള്ളൂ. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു. 12 മണി തൊട്ട് ഞാൻ റൈഡ് ചെയ്യില്ല, റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാനൊരു പെട്രോൾ പമ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. പെട്രോൾ പമ്പിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 12:30 ആയി സമയം. നേരത്തെ 12 മണിയെന്നല്ല പറഞ്ഞത്. അപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് 2 മണിക്ക് ശേഷമാണ്, 2 മണി 2:30 വരെ എന്തായാലും ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. 2:30ക്ക് ശേഷം ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ അടുത്ത ഹോസ്റ്റലിന് തപ്പി കണ്ടുപിടിക്കണം, വല്ലവരും കിട്ടുമോ നോക്കണം. പെട്രോൾ പമ്പിൽ താമസിക്കാൻ, കാരണം മുംബൈ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നുന്നു എപ്പോഴും ഫുള്ള് പെട്രോൾ പമ്പ് തന്നെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഹരിയാനയിലൊരു സൈക്കിൾ കമ്പനിയിലത്തെ ആൾ ഇങ്ങനെ വിളിച്ചിട്ട് അവിടെ ഞങ്ങൾക്കൊരു സ്വീകരണം എന്തൊക്കെയോ ഏർപ്പെടുത്താൻ, വെൽക്കം ചെയ്യാം അവിടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൂറത്തിൽ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ എവിടെയാ അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഉള്ളൂ കേട്ടോ, കണക്ഷൻസ് അങ്ങനെ ഇതുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കണത് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ 2:30ക്ക് ഫുഡ് കഴിച്ച് പോണ വഴിയിൽ ടെൻ്റ് അടിച്ച് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് തോന്നണം കേട്ടോ. ഇന്ന് രാത്രി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കട്ടെ ഗൈസ്. 2 മണിയായി. എഗ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു കേട്ടോ. എഗ് ഫ്രൈഡ് റൈസ് കിട്ടി. ഒരു ബാർ ആൻഡ് റെസ്റ്റോ ഇതാണ്. അപ്പോൾ ഫുഡ് കഴിക്കണു. ഇവിടുത്തെ എല്ലാവരും കമ്പനി ആയിട്ടാണ് വർത്താനം പറഞ്ഞു. യൂട്യൂബറാന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ അവർ നോക്കി. സോ ഫുഡ് കഴിക്കുന്നു ഗൈസ്. ഓക്കെ സെറ്റ്. ഇത് ബാഗ് बैटरी कितने? बैटरी नॉर्मल साइकिल How much? साइकिल प्राइस सेकंड हैंड. ഇത് ടോഡ് ബ്രാൻഡ്. സൈക്കിൾ ബ്രാൻഡ് ടോഡ്. മോഡൽ ടോഡ് TD 850. സെക്കൻഡ് ഹാൻഡ് 850. ടോഡ് ബ്രാൻഡ്. സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ. ഒറിജിനൽ പ്രൈസ് 17,000. 17. ഇത് 7,800 10,000 ബിലോ. ഫ്രണ്ട് സൈക്കിള് സെക്കൻഡ് ഹാൻഡ് പോലെ कचरा है सेकंड हैंड. ठीक है, धन्यवाद. थैंक यू सर. थैंक यू.
നമ്മുടെ സൈക്കിള് 16,000 17,000 വരെ വരുന്നുട്ടാ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാ സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ്, പഴയ സൈക്കിളാണ് എന്നാണ് പറയുക. എനിക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ, എന്തിനാണ് ഇങ്ങനെ യാത്ര ചെയ്യണത്, ബൈ 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 ബൈ, എന്തിനാണ് ഇങ്ങനെ യാത്ര ചെയ്യണത്, ഒറ്റയ്ക്കാണോ, എന്താ പഠിച്ചിരിക്കണേ, അങ്ങനത്തെ ചോദ്യങ്ങൾ കുറേ വരുന്നുണ്ട് കേട്ടോ. സൈക്കിളിന് എത്ര രൂപയുണ്ട്? ഞാനിപ്പോഴും മാക്സിമം വില കുറച്ചേ പറയുള്ളൂ. ഇത് ടോഡിൻ്റെ TD 850 നിങ്ങൾക്ക് 16,899 ഓഫർ പ്രൈസിനാണ് കിട്ടിയ കേട്ടോ. ഓഫർ പ്രൈസിനാണ് എടുത്തത്, ആ സമയത്ത് എടുത്തേ. അപ്പം അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരും ഗൈസ്. ഞാൻ വീണ്ടും റെസ്റ്റ് എടുക്കാൻ പോവാം. 2 മണി ആയിട്ടുള്ളൂ, 2:30 കഴിയട്ടോ, എന്നിട്ട് റൈഡ് ചെയ്യാം കേട്ടോ. ആ സെയിം പെട്രോൾ പമ്പിൽ തന്നെ വന്നു. തൊട്ടപ്പുറത്താണ് ആ ഹോട്ടൽ വരുന്നത്. നല്ല ഫുഡ് കേട്ടോ, കിട്ടില്ല ഫുഡ്. എഗ് ഫ്രൈഡ് റൈസും അവർ ഫ്രീ ആയിട്ട് ഗ്രേവി തന്നു, ചിക്കൻ്റെ ഗ്രേവി, അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹോട്ടൽ ഈ ഭാഗത്ത് വരണമെങ്കിൽ കയറിക്കോ, നല്ല ഹോട്ടൽ. സോ വെള്ളം വാങ്ങി, ഫുഡ് വാങ്ങി, പരിപാടി കഴിഞ്ഞു. കാലത്ത് എണീറ്റിട്ട് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ തോർത്തുകൊണ്ട് വിരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ അലക്കിയിട്ട ബിബിൻ്റെ ഷോർട്ടും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് രണ്ടും വിരിച്ചിട്ടു. അപ്പോൾ ഒരു അരമണിക്കൂർ ഇരിക്കണതല്ല എന്തായാലും. ഫോൺ അവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ. അപ്പോൾ ഫുൾ ചാർജ് ആദ്യം കഴിഞ്ഞാൽ രാത്രി ക്യാമ്പ് ചെയ്യുമ്പോൾ പവർ ബാങ്ക് അത്രയും കുറവ് ഉപയോഗിച്ചാൽ പോരെ. അപ്പോൾ വേറെ ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ ഗൈസ് 3 മണി കഴിഞ്ഞപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി. ചെറുതായിട്ട് വഴിയൊന്ന് തെറ്റിയിട്ടാ. ഷിമോഗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു ലൊക്കേഷൻ എടുക്കുന്നുണ്ടായിരുന്നേ. അത് കുറേ കറങ്ങി വളഞ്ഞ് പോകണട്ടാ ഹംപിയിലേക്ക്. അപ്പം ഞാൻ ഹംപിയിലേക്ക് മാറ്റിയിട്ടപ്പോൾ ഗൂഗിൾ അമ്മച്ചി ഈ ഒരു വഴിയെ കാട്ടുന്നുണ്ട്. ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോയോണ്ടിരിക്കണേട്ടാ. സോ വഴി ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. ഇനി നേരെ പോയിട്ടൊരു ലെഫ്റ്റ് എടുത്ത ഹൈവേയിലേക്ക് കയറും തോന്നുന്നുണ്ട്, അറിയില്ല കേട്ടോ. ഇവിടെ കുറേ തെങ്ങും തോപ്പും എല്ലാം ആയിട്ടുള്ള കേരള കാശ്മീർ. केरला कश्मीर इधर क्यों आया? हम्पी हॉस्पिटल, हम्पी हॉस्पिटल जाने के लिए। कौन सा रूट दिखा रहा है आपको? रूट नहीं, और ऐसा ऐसा क्या आ गया? हाँ इधर क्यों आ गया? ये रूट पे ये रूट नहीं है। हम्पी हॉस्पिटल जाने वाला इधर ऐसा गया तो कैसे भाई? कड़ोर करो। हाँ फ्लाईओवर मिलेगा। हाँ स्ट्रेट फ्लाईओवर। हाँ फ्लाईओवर के पास लेफ्ट ले लो, लेफ्ट सीधा हुआ जंपरा। हाँ उधर पूछने का दावनगर रूट कौन सा है? हाँ चित्रदुर्ग। हाँ हाँ उधर से सीधा हम्पी हॉस्पिटल जाएगा। ओके थैंक्स भैया। उधर घूमना नहीं। हाँ ओके थैंक यू। ऐसा कैसा ये रोड में कैसा गया? केरला से तो ये रोड आता नहीं। गूगल मैप गूगल है वो तुमको पूरा मरा देगा। गो स्ट्रेट फ्लाईओवर लेफ्ट 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 हाईवे। हाँ अजमपुरा हाँ सिटी मिलेगा। हाँ सिटी के पास पूछना किसी को चित्रदुर्ग। हाँ चित्रदुर्ग जाने से सीधा हमसे ಅಲ್ಲಲ್ಲ ಚಿತ್ರದುರ್ಗ ಹೇಳ್ಬೇಡ, हाँ ಇದ್ರ ಮೇಲೆ ಹೇಳು, ಯಾವುದು चंदगिरी ने ಚನ್ನಗಿರಿ ಮೇಲೆ ಹೇಳು. ಗೊತ್ತಾ ರೂಟ್ ഓക്കെ पता है रूट में जा। ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിട്ട് അവർ കഴിക്കണത് ഹംപി ആ സൈഡിലേക്ക് പോകണമെങ്കിൽ നീ എന്തിന് ഈ വഴി വന്നേന്ന് കേട്ടോ. ഞാൻ ഷിമോഗ മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഒരു മണ്ടത്തരം പറ്റിയതാ. അപ്പോൾ നേരെ പോയിട്ട് ഒരു ഫ്ലൈ ഓവർ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഒരു സിറ്റിയിലേക്ക് എത്തും. സിറ്റിയിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് തിരിയാന്ന് പറഞ്ഞത്. കുറേ വട്ടം കറങ്ങി, സന്തോഷം. फुट नहीं अजमपुरा 6 किलोमीटर बेकरी है, बेकरी बेकरी बस उधर ओनली बेकरी बेकरी ओके. 24 आवर्स ओपन, 24 नाइट पूरा ओपन, पेट्रोल बंक. ठीक है ठीक है. ഇനിയും റൈഡ് ചെയ്ത പണി പോലെ കേട്ടോ. 4:30 വഴി ചെറുതായിട്ട് തെറ്റിയെന്ന് പറഞ്ഞില്ലേ. സോ നമ്മൾ റിയൽ ലൈഫ് ക്യാമ്പിങ് ഇന്ന് എന്താണെന്ന് അറിയാൻ പോവാണ് കേട്ടോ. റിയൽ ലൈഫ് ക്യാമ്പിങ് എനിക്ക് നല്ല പേടിയുണ്ട്, നല്ല ടെൻഷനുണ്ട്. എന്താണെന്ന് അറിയില്ല. ഒരു റിമോട്ട് പ്ലേസിലാണ് എന്തായാലും ക്യാമ്പ് ചെയ്യാം കേട്ടോ. എനിക്കറിയില്ല ഇങ്ങനെ വ്യക്തതയോടുകൂടി ആരെങ്കിലും യൂട്യൂബിൽ ഇങ്ങനെ വ്ളോഗ് എടുത്തിട്ടുണ്ടോന്ന് കേട്ടോ. ദൈവമേ കാക്കടേ കർത്താവേ. അങ്ങനെ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ടെൻറ്റ്. ഇത്രയും ദിവസം ടെൻറ്റ് ഉപയോഗിക്കാതെ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഇനി തൊട്ട്
നയാരയുടെ പമ്പാട്ടാ, അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ധൈര്യമുണ്ട്. ഫുൾ ടൈം ഓണാണ്. ഹായ്, നാം ക്യാ ഹൈ? हाँ जितेश हितेश हाँ प्रणति ഹായ്. സോ ഇവിടെ തന്നെ അടിക്കാട്ടോ ക്യാമ്പ്. സൈക്കിൾ ഓടിക്ക് നീക്കാം. ഒരു ബേക്കറി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ രാത്രിയിലത്തെ ഫുഡും ഏകദേശം തീരുമാനമായി. ഓക്കെ, ഇതെന്തായാലും സമയമെടുക്കും. ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. ഞാൻ ക്യാമ്പ് ചെയ്തൊന്ന് സെറ്റിലായിട്ട് വരാം. സുഹൃത്തുക്കളെ, ഞാനങ്ങനെ ക്യാമ്പ് ചെയ്തു കേട്ടോ. ടെൻ്റ് അടിച്ചു. ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് പെട്രോൾ പമ്പിൽ കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ ചോദിച്ചായിരുന്നു ചെറുതായിട്ടൊന്ന് നൂഡിൽസ് ഉണ്ടാക്കിയോട്ടെ. അവരുടെ മുഖമൊന്നും മാറി. ഈ വേട്ടാവളിന് പമ്പ് കെടുക്കാൻ സ്ഥലം കൊടുത്തും പോലെ പമ്പ് കത്തിക്കുമെന്നായിട്ടാ. അപ്പോൾ ഞാൻ പയ്യെ ടെൻ്റ് അടിച്ചു. ഞാൻ ഡ്രസ്സ് മാറി വെറ്റ് വൈപ്പ് കൊടുത്തു കേട്ടോ. കുളിച്ചു. ഇതുകൊണ്ട് എല്ലാം ഒന്ന് മേലൊക്കെ തുടച്ചു വിട്ടാൽ നല്ലോണം. കുളിക്കാനൊന്നും ഉള്ള ഒരു ഇതല്ല, ഒരു മൂഡില്ല കേട്ടോ കുളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ലൈക്ക് സേഫായിട്ടിരിക്കുക. നല്ല ടെൻഷനുണ്ട്. ആദ്യത്തെ ക്യാമ്പിംഗ് ആണ്, അതുകൊണ്ട് കേട്ടോ. സോ മാക്സിമം മേലൊക്കെ നല്ലോണം തുടച്ചു. ഇനി നൂഡിൽസ് ഉണ്ടാക്കണം കേട്ടോ. നൂഡിൽസ് ഉണ്ടാക്കണം. ഫുഡ് ഇവിടെ കിട്ടില്ല. ഫുഡിൻ്റെ ഐറ്റംസ് ഒന്നും കിട്ടില്ല ഇവിടെ. ഫുഡ് ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം കേട്ടോ, എന്നാലേ ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ രാത്രി 2 പാക്കറ്റ് നൂഡിൽസിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 5:30-6 മണി ആവാറായി. ഞാൻ പയ്യെ ഗ്യാസ് കണക്ട് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകാണ് കേട്ടോ. രാത്രിയിലത്തെ നൂഡിൽസ് ഉണ്ടാക്കി വയ്ക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് പയ്യെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. ഗ്യാസ് ഓണായി. हाँ हाँ उधर से हाँ उधर അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റില്ല. രാത്രി ആയി കഴിഞ്ഞ് ഞാൻ നിരൂപിച്ച കേട്ടാ. ഓ, ഇനി ഇതൊന്നും ശരിയാക്കട്ടെ. അടുത്ത പണി. അതിൻ്റെ ഇടയിൽ ചാർജ് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം. എൻ്റെ ദൈവമേ, എന്തിനാ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ട് എപ്പോൾ കിടന്നുറങ്ങാനാണാവോ. ഇന്നത്തെ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഗൈസ് അന്നാന്നത്തെ പണി നമ്മൾ അന്നാന്ന് തന്നെ ചെയ്യണ്ടേ. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇരട്ടിപ്പണിയാവും. ഇവിടെ വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതുവല്ല ഗ്യാസ് ടാങ്ക് ആണാവോ? അല്ലാന്നുണ്ട്. ഇവിടെ വെള്ളം ഉണ്ടെന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ കുക്കിംഗ് സ്ഥലം നിവർത്താം. എന്നിട്ട് വെള്ളം ഒഴിക്കണം. നൂഡിൽസിൻ്റെ 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. അതോടെ ഇരിക്കട്ടെ. സ്പൂൺ പോക്കറ്റിൽ വയ്ക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം മതിയെന്നുണ്ട് കേട്ടോ. തിളയ്ക്കണ്ട, ഇത്ര മതിയെന്നുണ്ട്. ഓക്കെ, യെസ്. ഗ്യാസ് ഓണായി. നൂഡിൽസ് എടുക്കുന്നു. ഇവിടെ പൊട്ടണില്ലല്ലോ. ഞാനിങ്ങനെ പൊട്ടിച്ചിട്ടാ. പൊട്ടിച്ചിട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വേവും. അങ്ങനെയൊന്നുമില്ല കേട്ടാ, ഒരു അഭിഷോക്തി പറഞ്ഞതാണ്. ഹൈവേയുടെ സൈഡിൽ കുക്കിംഗ്. 2ാമത്തെ പാക്കറ്റ് ഡേറ്റൊക്കെ ഉള്ളതാണാവോ. MRP 24/6 നവംബർ 2024 ഗൈസ്. വെളുക്കാൻ തയ്ച്ചത് പാണ്ടാവോ. മാർച്ച് 2024 മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 8 മാസം വാലിഡിറ്റി കിട്ടുള്ളൂ. പറഞ്ഞാൽ വാലിഡിറ്റി ഇല്ലേ ഇതിന്? 2024 അപ്പോൾ വാലിഡിറ്റി കഴിഞ്ഞതാണത്.
ചേടാ വാലിഡിറ്റി കഴിഞ്ഞതാ. அங்கே நூடுல்ஸ் வச்சுருக்க பார்க்குறியா? இப்போ வேறு நூடுல்ஸ் வச்சுருக்கேன், நூடுல்ஸ் பேக்கெட்டு கைஸ். അത് ഡേറ്റ് കഴിഞ്ഞാന്നുണ്ട് കേട്ടോ. 2 നിമിഷം பார்க்குறியா? അതൊക്കെ കീഴെ വാട്ടർ ബോട്ടിൽ ഇருக்கு. അവനോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ തൊട്ടപ്പുറത്ത് വാങ്ങി. അതിൻ്റെ ഡേറ്റ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോയെന്ന്. ദൈവേ ഓരോരോ പണി വരണതേ. ഇനി തൊട്ടടുത്ത ഇവിടെ പോയി ഒരു നൂഡിൽസ് വേറെ വാങ്ങണം. ഗൈസ് നൂഡിൽസ് വാങ്ങിയ ചേച്ചിയുടെ അടുത്ത് ചെന്ന് പുതിയതില്ല പഴയത് വേണമെങ്കിൽ 2 എണ്ണം തരാമെന്ന്. മാനുഫാക്ചറിങ് ഡേറ്റ് കഴിഞ്ഞതേ. എൻ്റെ പൊല്ലേ ഓരോരോ പണികൾ വരണത് എവിടെ നിന്നൊക്കെയാണ് വരണതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. മാനുഫാക്ചറിങ് ഡേറ്റ് കഴിഞ്ഞ സാധനം അവർ വിൽക്കണേ. എന്നിട്ട് എന്നോട് പറയാം പഴയതുണ്ടെന്ന്, പുതിയതില്ല പഴയത് വേണമെങ്കിൽ തരാമെന്ന്. നൂഡിൽസ് പാക്കറ്റ് എടുക്കാം. നൂഡിൽസ് പാക്കറ്റ്, നൂഡിൽസ് പാക്കറ്റ്, മാഗി നൂഡിൽസ് ഇല്ല. എൻ്റെ മോനെ ഗൈസ് പാഠം നമ്പർ 2 3 5 അത്യാവശ്യത്തിന് അവൈലബിലിറ്റി ഉള്ള സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുക. പഠിച്ചൊരു കാര്യമാണ്. അവൈലബിലിറ്റി തീരെ കുറഞ്ഞ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യരുത്. ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാട്ടോ. എൻ്റെ മാതാവേ സാധനം കൊണ്ട് കളയണ്ട കേട്ടോ. വേസ്റ്റാണിത് സാധനം. ഗ്യാസും പോയി മനുഷ്യൻ്റെ. ഡേറ്റ് കഴിഞ്ഞ സാധനേ ഞാൻ എന്തോ ഭാഗ്യത്തിന് നോക്കിയതാണ് കേട്ടോ. ഡേറ്റ് കഴിഞ്ഞ് അപ്പോൾ അതും അതിലൊരു തീരുമാനമായി. എൻ്റെ പൊന്നെ ഞാനിവിടെ അഴക്കയിൽ ഇട്ടിരിക്കുക കേട്ടോ സാധനങ്ങളൊക്കെ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ലൈറ്റ് കത്തിച്ചു, രാത്രിയിലത്തെ ലാമ്പ് കത്തിച്ചു, ഒരു ബ്രെഡ് വാങ്ങി. ഏറ്റവും നല്ലതാണ് ബ്രെഡ് വാങ്ങി, പഴം വാങ്ങി, ബിസ്ക്കറ്റ് വാങ്ങി. വിശന്ന് കഴിഞ്ഞാൽ രാത്രി കഴിക്കാൻ ഒരു ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഡിന്നർ വരുന്നത്, രാത്രിയിലത്തെ ഡിന്നർ കേട്ടോ. അപ്പോൾ ഇതും കഴിച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങുക. മാക്സിമം റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ വല്ല അസുഖം വരും കേട്ടോ. പനി നീരിച്ചൊക്കെ വരും. അത്യാവശ്യത്തിന് ലൈറ്റ്, പവർ ബാങ്ക് ഒരെണ്ണം ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക അവിടെ അവരുടെ മാനേജറിൻ്റെ റൂമിൽ കേട്ടോ. സേഫാണെന്ന് വിചാരിക്കണു. സോ എന്തായാലും വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. റൂമിൽ സുഖം, സ്വസ്ഥം, അടിപൊളിയായിട്ട് പോണു. അപ്പോൾ എന്തായാലും തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും വീഡിയോ 6 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. രാത്രി ഇനി കിടന്നുറങ്ങുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാലത്തിന് എണീറ്റ് ഒരു 78 കിലോമീറ്റർ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് ഉടമയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊരു സുഹൃത്ത് ലിജോ ചേട്ടൻ. അപ്പോൾ അവിടെ പോയിട്ട് ചിത്രഗുപ്തനല്ലല്ലോ ഒരു സ്ഥലം കേട്ടോ. ചിത്രഗുപ്തനല്ല, വേറൊരു സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ട് നാളെ പെട്രോൾ പമ്പിൽ സ്റ്റേ ചെയ്തിരിക്കും. ഇനി കൂടുതലും ഇതായിരിക്കും കേട്ടോ. ഫുള്ള് ഞാൻ കാട്ടിത്തരാം. നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ചിത്രഗുപ്തനല്ല, ചിത്രദുർഗയാണ് കേട്ടോ അടുത്ത സ്ഥലം. ചിത്രദുർഗ. അവിടുത്തെ പെട്രോൾ പമ്പ് മുതലാളിനെ പരിചയമുണ്ട് ലിജോ ചേട്ടന്. അപ്പോൾ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. 73 കിലോമീറ്റർ നാളത്തെ സ്റ്റേയും റെഡി ആയിട്ടുണ്ട് പെട്രോൾ പമ്പിൽ. ഇതുപോലെ ടെൻ്റ് അടിക്കാം. അത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും, കാരണം പെട്രോൾ പമ്പിൻ്റെ ഓണർ ലിജോ ചേട്ടൻ്റെ സുഹൃത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് പോകണം. സോ എല്ലാ ദിവസവും വീഡിയോ 6 മണിക്ക് യൂട്യൂബ് ചാനലിൽ വരും. വയ്യ, ക്ഷീണം, കിടക്കട്ടെ. നാളെ കാണാം 6 മണിക്ക്. ബൈ.